ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ ബന്ധം ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും അതുപോലെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെയും അതുപോലെ തന്നെ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനും മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്, അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, ഇപ്പോഴത്തെ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻസ് എന്താണ്. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. ഒരാക്കിൾ കാർഡ്സും കൂടി എടുക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ബന്ധത്തെ കുറിച്ച് ചിന്തിക്കുന്നത്, അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ്. ഇവിടെ പോസിറ്റീവിൽ നിന്നും തുടങ്ങിയിട്ട് അവസാനം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ്. ഇവിടെ നെഗറ്റീവിൽ നിന്നും തുടങ്ങിയിട്ട് അവസാനം പോസിറ്റീവിലേക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ഈ സ്പ്രെഡ് എല്ലാം വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ നിങ്ങളുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ എനർജി വളരെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നല്ലൊരു ചേർച്ചയിലായിരിക്കില്ല. നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റോ ഒക്കെ ആയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാകാം. അതായത് അവര് തന്നെ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇപ്പോ നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിനെ ആലോചിച്ച് നിങ്ങൾ വളരെയധികം വേദനയിലായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ എനർജി എങ്ങനെ നോക്കുകയാണെങ്കിലും വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ മനസ്സിൽ മൂവ് ഓൺ ചെയ്യണമെന്നും അതുപോലെ റിലേഷൻഷിപ്പ് മറക്കണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയെ ഒന്ന് പോസിറ്റീവായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്നും ഒന്ന് മൂവ് ഓൺ ആയി നിൽക്കാനോ ലെറ്റ് ഗോ ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കാത്തൊരവസ്ഥയായിട്ടാണ് ഇവിടെ നിങ്ങളുടെ എനർജി കാണിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ബന്ധത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ട് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് അവസാനം എന്തോ ഒരു രീതിയിൽ വേർപിരിഞ്ഞു പോയതായിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. തോറ്റുപോയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. പവർഫുൾ ആയിട്ട് വന്നു, ദെൻ അത് തോറ്റുപോയി. അത്രയ്ക്കും പവറായിട്ട് തന്നെ അത് നിലനിന്നിട്ടില്ല. ഓക്കെ, ഇതിന്റെ റീസൺ ആയിട്ട് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് കാണിക്കുന്നത് വളരെ സ്നേഹം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് മറ്റൊരു വ്യക്തി കയറി വരിക. ഇത് നിങ്ങളുടെ വ്യക്തിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി ആയിട്ട് കാണിക്കുന്നത്. മേ ബി ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം,
അല്ലെങ്കിൽ നിങ്ങളെക്കാൾ വാല്യുബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. നിങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരാളെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തോറ്റുപോവാണ് നിങ്ങളുടെ ബന്ധത്തില്. നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്കുകൾ പാലിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകളും അവർക്ക് പാലിക്കാനോ അതൊന്ന് നേടിത്തരാനോ ഒന്നും തന്നെ അവർക്ക് സാധിച്ചില്ല. ഒരു കൺഫ്യൂഷൻ സംഭവിച്ചു. അതിൽ അവരൊരു തീരുമാനം എടുത്തു. ചെയ്തു പോകുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബാധ്യതയായിട്ട് അവർക്ക് കാണേണ്ടി വന്നു. ഓക്കെ, മേ ബി ഇത് എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം. കാരണം ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വൈഫിനെ പോലെ കാണുന്ന, അല്ലെങ്കിൽ ഒരു മദറിനെ പോലെ കാണുന്ന അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ബന്ധം ഇപ്പോൾ ഈ ഒരു കറന്റ് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവാണ്. നിങ്ങൾ പെയിൻഫുൾ ആയിട്ടാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ അതേ സിറ്റുവേഷൻ തന്നെയാണ് അവർക്ക്, പക്ഷെ നിങ്ങളുടെ അത്രയും പെയിൻഫുൾ അല്ല അവർക്കുള്ളത്. ഓക്കെ, അവർക്ക് വേറെ കാര്യങ്ങളിൽ അവർ റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം അവർ അത്രത്തോളം ഈ ബന്ധത്തില് സ്ട്രോങ് ആയി നിൽക്കാത്തത്, അല്ലെങ്കിൽ അവർ അതിനെ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ അവർക്ക് അത്രത്തോളം പെയിൻഫുൾ ഇല്ല, പക്ഷെ നിങ്ങൾ വളരെയധികം പെയിൻഫുൾ അനുഭവിക്കുകയാണ്. ഓക്കെ, ഈ ഒരു കറന്റ് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പാസ്റ്റിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളിലൂടെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നത് ഒന്ന് ടേക്കിംഗ് റിസ്ക് ആണ് കാണിക്കുന്നത്, ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ് ആണ്. ഈ രണ്ട് കാർഡുമാണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ വ്യക്തി നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇവര് നിങ്ങളുടെ തുടക്ക സമയത്ത് റിലേഷനിലേക്ക് വന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു വ്യക്തി ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണമെന്നോ അങ്ങനെ ഒന്നും തന്നെ അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹൈഡ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രത്തോളം കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ അത്രയും അവർ കൊണ്ടുപോയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവര് ആ ഒരു കാര്യത്തിൽ തോറ്റു പോവാണ്. അപ്പോഴാണ് അവർക്ക് ഈ ഒരു ബന്ധം വേണ്ടാമെന്ന് നിങ്ങൾ ബാധ്യതയായി തോന്നാനൊക്കെ തുടങ്ങിയത്. ഓക്കെ, അത് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അവർ ചെയ്തു പോയത് തെറ്റാണ്, അല്ലെങ്കിൽ അവരായിട്ട് നിങ്ങളെ ഈ റിലേഷൻഷിപ്പിലേക്ക് വലിച്ചെടുത്തതായിട്ടാണ് കാണിക്കുന്നത്. അതിനൊക്കെ ഒരു എൻഡ് ആക്കിയിട്ട് ഒരു ഫുൾഫിൽമെന്റ് കൊണ്ടുവരണം എന്ന് അവർ ഫ്യൂച്ചറിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു സ്നേഹമായിട്ട് തന്നെ നിങ്ങളടുത്തോട്ട് വരണം. ആദ്യം നിങ്ങളെ ഒരു ബൗണ്ടറിയിൽ കൊണ്ടെത്തിച്ചതുപോലെ, ഒരു സ്നേഹ വലയത്തിൽ എത്തിച്ച് കുടുക്കിയതുപോലെ ഇനി ചെയ്യില്ല. പകരം നിങ്ങളടുത്ത് എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിച്ച്, കാര്യങ്ങളെല്ലാം സംസാരിച്ച്, ഇന്നതാണ് സിറ്റുവേഷൻ എന്ന് സംസാരിച്ച് നിങ്ങളടുത്ത് കുറച്ച് റിസ്ക് എടുത്താലും ശരി നിങ്ങളോട് ചെയ്തതിനെല്ലാം മാപ്പ് ചോദിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ആയി പോവരുത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ സംസാരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള കാർഡ്സ് നോക്കുമ്പോഴും അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നാമത് നിങ്ങളുടെ വ്യക്തി റിസ്ക് എടുക്കുമെന്നാണ്. അത് നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യങ്ങളും ഒരു ഫുൾഫിൽമെന്റ് ഈ സ്നേഹബന്ധത്തിൽ, അത് ഏത് തരത്തിലുള്ള ബന്ധവുമാകാം, മുന്നോട്ടുള്ള കാര്യത്തിൽ ഒരു സ്നേഹബന്ധമായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കീപ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, സംസാരിക്കണം, സോൾവ് ചെയ്യണം എന്നൊക്കെയുള്ള തീരുമാനമാണ് അവരെടുക്കുന്നത്. ഇത് തന്നെയാണ് നിങ്ങളടുത്ത് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒറാക്കിൾ കാർഡ്സിൽ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നതും അങ്ങനെ തന്നെയാണ്. ഒരു ഫൗണ്ടേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവരണം. അത് തന്നെയാണ് അവർ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം ഈ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസ്മേറ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.